നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എസ് യു വിഷൻ അവതരിപ്പിക്കുന്ന ഓൺലൈൻ മണി മേക്കിംഗ് ട്രിക്സ് എന്ന എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂട്യൂബിൽ നിന്ന് എങ്ങനെ പണം സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ യൂട്യൂബിൽ നിന്ന് പണം സമ്പാദിക്കാൻ സാധിക്കുന്ന എപ്പിസോഡ് അത് എങ്ങനെയാണ് എന്നുള്ളത് യൂട്യൂബിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ സഹിതം ഞാൻ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എന്നിരുന്നാലും യൂട്യൂബിൽ നിന്ന് എങ്ങനെ പണം സമ്പാദിക്കാം, ഒരുപാട് പേരുടെ സംശയങ്ങളാണ്. യൂട്യൂബിൽ നിന്ന് പണം സമ്പാദിക്കാൻ സാധിക്കും, യൂട്യൂബിൽ നിന്ന് എങ്ങനെ സമ്പാദിക്കാൻ സാധിക്കുമെന്നൊക്കെ ഉള്ളത്. ഏതായാലും ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷമുള്ള ദിവസമാണ്. യൂട്യൂബ് ന്യൂ പാർട്ട്നേഴ്സിന്, ന്യൂ വ്ളോഗേഴ്സിനൊക്കെ, യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്ന പുതിയ യൂട്യൂബ് പാർട്ട്നേഴ്സിനൊക്കെ ഒരു നല്ലൊരു പോളിസി ഇറക്കിയിരിക്കുകയാണ്. അതായത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള പുതിയൊരു പോളിസി കേട്ടാൽ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ വളരെയേറെ സന്തോഷകരമാകുന്ന ഒരു പോളിസി തന്നെയാണ്. ഇങ്ങനെയാണ് ആ പോളിസി. അതായത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ആഡ്സെൻസുമായി ലിങ്ക് ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 10,000 വ്യൂസ് വേണം. ഞാൻ നോക്കി, എൻ്റെ ചാനൽ നോക്കി, ഓക്കെ, വ്യൂസ് ഉണ്ട്, നോ പ്രോബ്ലം. പിന്നെ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തു, എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കി. ഓഫ് കോഴ്സ്, തീർച്ചയായും എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. പിന്നെ പറഞ്ഞതാണ് പ്രശ്നം, 4000 മണിക്കൂർ വേണമെന്ന് പറഞ്ഞു. എന്ത് 4000 മണിക്കൂർ? അതായത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എൻ്റെ യൂട്യൂബിൽ ഒരു 4000 മണിക്കൂറെങ്കിലും മൊത്തത്തിലുള്ള വീഡിയോസ് ജനങ്ങൾ കണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ഒന്ന് സൂക്ഷിച്ച് നോക്കി. നോക്കിയപ്പോൾ 4000 പോയിട്ട് 2000 പോലും മണിക്കൂർ, മിനിറ്റ് ആണെങ്കിൽ നോ പ്രോബ്ലം, മണിക്കൂർ എനിക്കില്ല. അങ്ങനെ അപ്പോൾ അവർ വീണ്ടും ഒരു നോട്ടീസ് അയച്ചു, താങ്കൾ ഇപ്പോൾ ആഡ്സെൻസുമായി കണക്റ്റ് ആയിരിക്കുന്ന താങ്കൾ ഭാവിയിൽ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, ഫെബ്രുവരി 20 ഈ ഒരു അച്ചീവ്മെൻറ്റ് ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ട് ഞങ്ങൾ എന്താക്കും, ഡിസേബിൾ ചെയ്യും. ഓഫ് കോഴ്സ്, നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഓഫ് കോഴ്സ്, തീർച്ചയായും അത് ഡിസേബിൾ ആകും. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഏകദേശം അത്യാവശ്യമൊക്കെ ഒരു മെച്ചത്തിൽ ഏണിങ്സൊക്കെ ആയി വരുന്ന ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കുറച്ചൊരു ഗിവ് അവേ ഒക്കെ വെച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സമ്മാനമൊക്കെ കൊടുത്ത് ഇടുന്ന വരുമാനത്തിൽ പകുതി അവർക്കും കൂടെ ഷെയർ ചെയ്ത് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് നമുക്കിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മുമ്പോട്ട് പോകാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ കൂനിന്മേൽ കുരു, ഓൾറെഡി ഒരു മനുഷ്യന് കൂനുണ്ട്, ആ കൂനിൻ്റെ മുകളിൽ ഒരു കുരു കൂടി വന്നതുപോലെ ആയി ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു പുതിയ പോളിസി നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുക, ഈ വീഡിയോ കാണേണ്ടത് നമ്മൾ പുതുതായിട്ട് യൂട്യൂബിൽ പറഞ്ഞായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, വ്ളോഗർമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മേക്ക് ചെയ്തത്. അപ്പം യൂട്യൂബിൽ നിന്ന് നമുക്കറിയാം പണം സമ്പാദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. അതായത് ഈ ജിയോയാണ്, ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ഒരു കൊല്ലമാണ് ഏറെ പ്രൈവസികൾ അവർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. പേടിക്കേണ്ട, ഇവിടെ ഒരു വന്യജീവിയൊന്നുമല്ല, ഒരാടാണ് അദ്ദേഹം. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് പണം സമ്പാദിക്കുന്നത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല, മൂപ്പര് ക്യാമറ വന്ന് നക്കി നോക്കിയിട്ട് പോയി. ഓക്കെ, നമുക്ക് നമ്മുടെ പോളിസിയിലോട്ട് കിടക്കാം. യൂട്യൂബിൽ നിന്ന് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം? ഏറെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് പ്രൈവസികൾ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ഇതാണ്. ജിയോ എന്നൊരു സർവീസ് നമ്മുടെ ഇന്ത്യയിൽ ഉടലെടുത്തിട്ട് 2017 ഈ ഒരു പ്രശ്നം വന്നത്. 2017 അതിൻ്റെ പ്രത്യേകത 2017 ജിയോയുടെ ഒരു വരവ്. ഈ ജിയോ വന്നപ്പോൾ എല്ലാവർക്കും സുലഭമായിട്ട് നെറ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും യൂട്യൂബിൽ കയറി ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഒരു വീട്ടിൽ 2-3 ചാനലൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്നും യൂട്യൂബിനൊരു കൺഫ്യൂഷൻ ഉണ്ടായി, ഇതിൽ ഏതാ നല്ലത്, ഏതാ ചീത്ത, ഇവരെങ്ങനെ നമുക്ക് തന്ത്രപരമായി ഒഴിവാക്കാമെന്ന് യൂട്യൂബ് തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ പോളിസികൾ 2017 തന്നെ അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2017 ഇതിന് കാരണം നമുക്കറിയാം, ജിയോയാണ് ഇവിടേക്ക് നെറ്റ് ഫ്രീ ആയിട്ട് നെറ്റ് കൊണ്ടുവരാനും ഈ ഒരു ഓഫറുകൾക്ക് കാരണം. അപ്പോൾ ഇത്ര നെറ്റുകൾ സുലഭമായി കിട്ടാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ സജീവമായി. അത് തന്നെയാണ് ഇതിൻ്റെ കാരണം. ഓക്കെ, 2017 അതുപോലെ തന്നെ ഫെബ്രുവരി 20 ഇപ്പോൾ ന്യൂ ഏണിങ്സ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇത് കട്ടാവുന്നത് ഫെബ്രുവരി 20 2018 ഫെബ്രുവരി 20 അവർക്ക് കട. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ 4000 മണിക്കൂർ കാണിക്കണം. അതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്നുള്ളത്. ഓക്കെ,
അങ്ങനെയാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ നിർദ്ദേശം നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റൂ. ഏതായാലും മുതിർന്ന യൂട്യൂബേഴ്സിന്, അതായത് 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബേഴ്സിന് നമ്മുടെ ഈ കളി കാണുമ്പോൾ അവരുടെ സീറ്റിലിരുന്നവർക്ക് നോക്കി ചിരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക്. കാരണം നമ്മളിപ്പോഴത്തെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സൊക്കെ വന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ഒരു ആധിപത്യം എന്നോളം അവർക്ക് അവിടെ സ്ഥാനം ഉറപ്പിക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരിക്കലും ഈ ഒരു പോളിസി കണ്ട് ഭയക്കാൻ പാടില്ല. നമ്മളെ പണി നമ്മളെടുക്കുക എന്ന് മാത്രം. അപ്പം യൂട്യൂബിലേക്ക് പുതിയ കഴിവുള്ള യൂട്യൂബേഴ്സ് വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നല്ല നല്ല കഴിവും വിവരവും അറിവും ഒക്കെയുള്ള പുതിയതായി കണ്ടുപിടിക്കാൻ ടെൻഡൻസിയുള്ള പുതിയ യൂട്യൂബേഴ്സ് യൂട്യൂബിലേക്ക് വരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ കഴിവുള്ളവർ മാറി നിൽക്കാൻ ഒരിക്കലും പാടില്ല. കാരണം കഴിവുള്ളവർ അവരെ കഴിവ് പ്രകടിപ്പിക്കാൻ യൂട്യൂബ് ഒരു മാധ്യമമാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അവരൊരിക്കലും ഈ പോളിസി കണ്ടിട്ട് പിന്നോട്ട് പോകരുത്. നിങ്ങൾക്കിനി ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു വ്യൂസേ ഉള്ളെങ്കിൽ നിങ്ങൾ ആ ഒരു പണി നിർത്തരുത് എന്നും കൂടി ഞാൻ എൻ്റെ ഒരു സ്വാഭാവികമായിട്ടും ഞാൻ ഉണർത്തുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അവർ മറ്റൊരു പോളിസിയും കൂടെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഫേസ്ബുക്ക് അതുപോലെ തന്നെ വാട്സാപ്പ് ഇവയിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് വന്ന് കാണുന്നവരുടെ വ്യൂസ് കണക്കിലെടുക്കില്ല. ഏണിങ്സ് കിട്ടുന്നവർക്കുള്ള ഒരു അടിയാണത്. ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അടി. അതായത് യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് കാണുന്നവർക്കാണ് കൂടുതലും വ്യൂസിൽ കൂടുതലും പൈസ കിട്ടുക. മറ്റൊന്നും അവർ വ്യൂസായിട്ട് കണക്കാക്കില്ല. ഏകദേശം 30% മാത്രമാണ്, 100%-ൽ 30% മാത്രമാണ് അതായത് പാടുള്ളൂ. അതായത് ഷെയർ ചെയ്ത് കാണുന്നവരുടെ മണിക്കൂർ പാടല്ലാത്തവർ മൊത്തം ഷെയർ ചെയ്യാതെ യൂട്യൂബിൽ നിന്ന് നമ്മളെ സെർച്ച് ചെയ്ത് കാണുക, ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് കാണുക. ഇതാണ് അവരെ മെയിനായിട്ട് പറയുന്ന കാര്യം. അല്ലാതെ നമ്മൾ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വാട്സാപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ ആ ഒരു വഴി വന്ന് കാണുന്നവരുടെ വ്യൂസ് മണിക്കൂറൊന്നും കണക്കാക്കില്ല എന്നും കൂടെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ പേരിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഷെയർ ചെയ്യുന്ന ഒരു പ്രവണത വാട്സാപ്പിൽ കണ്ടിട്ടുണ്ട്. അപ്പം അതും പറ്റില്ല. അങ്ങനെ കണ്ടാലും ആ വ്യൂസും ആ ഒരു മണിക്കൂർ അവർ കണക്കിലെടുക്കില്ല എന്ന് 30% മാത്രമേ കണക്കിലെടുക്കൂ. ബാക്കി 70%വും യൂട്യൂബിൽ നിന്ന് കാണുന്നവരെ വ്യൂസും ഗൂഗിൾ സെർച്ച് വഴി സെർച്ച് ചെയ്ത് കാണുന്നവരെ വ്യൂസും മാത്രമാണ് യൂട്യൂബ് കണക്കിലെടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വാർത്ത. അതുപോലെ തന്നെ വാട്സാപ്പിൽ പുതിയൊരു ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതായത് യൂട്യൂബ് ലിങ്കുകൾ വാട്സാപ്പിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ വെച്ച് ആ വാട്സാപ്പിൽ നിന്ന് തന്നെ കാണാം എന്നുള്ള ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീച്ചറും ഈ ഒരു നിയമം വരുന്നതോടുകൂടി അസാധുവാണ് ചെയ്യുന്നത്. അതൊരു കുനിഷ്ട് തന്നെയാണ്. കാരണം ഫേസ്ബുക്കിനെ വെല്ലാൻ വേണ്ടിയിട്ട്, ഫേസ്ബുക്കിൻ്റെ തീരുമാനങ്ങളെ വെല്ലാൻ വേണ്ടി യൂട്യൂബ് എടുത്തൊരു കുനിഷ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അത് എന്ന് നമുക്ക് അനുമാനിക്കാം. ജിയോ വന്നപ്പോൾ എല്ലാവരുടെ കയ്യിലും നെറ്റ് സുലഭമായി ലഭിക്കാൻ തുടങ്ങി. അപ്പം എല്ലാവർക്കും ആൾക്കൊരു വീട്ടിൽ 3 പേരുണ്ടെങ്കിലും 3 പേർക്കും 3 വ്യത്യസ്തമായ യൂട്യൂബ് ചാനലുകളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ യൂട്യൂബിന് എല്ലാവർക്കും ഈ ഒരു, അതായത് യൂട്യൂബ് സീരിയസ് ആയി കാണുന്നവരേത്, തമാശക്കെടുക്കുന്നവരേത് എന്നൊരു ഡിസ്കഷൻ, എന്നൊരു കൺഫ്യൂഷനിൽ പേരിൽ അവരിങ്ങനെ അവരുടെ പോളിസികൾ അടിക്കടി ആദ്യം ഏതൊരു വ്യക്തിക്കും നിഷ്പ്രയാസം ഒരു വീഡിയോ ഇട്ട് 2-3 വീഡിയോ കുറച്ചൊക്കെ വ്യൂസ് ഉണ്ടെങ്കിൽ ആഡ്സെൻസുമായി ലിങ്ക് ചെയ്യുന്നു. പിന്നെ അവർ കുറച്ചുകൂടെ പിടിമുറുക്കി 10,000 വ്യൂസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ പിടിച്ച പിടിയാണ് ഇപ്പോൾ ഇത്. അതായത് 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സും 10,000 വ്യൂസും ഉണ്ടെങ്കിലേ ആഡ്സെൻസുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഓൾറെഡി ഏണിങ്സ് ഉള്ളവർക്കാണെങ്കിലും ഉള്ളവർക്കാണെങ്കിലും ഈ നിയമം ബാധകമാണ്. പക്ഷേ അവർക്കൊരു കാലാവധി കൊടുത്തു, ഫെബ്രുവരി 20 എന്ന്. അല്ലാത്തവർക്ക് കാലാവധിയേ ഇല്ല. ഓൾറെഡി ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഫെബ്രുവരി 20 എന്നൊരു ഡേറ്റ് യൂട്യൂബ് കൊടുത്തു. വളരെ സന്തോഷം. അപ്പം ഞാൻ നോക്കി ഫെബ്രുവരി 20 വെച്ചാൽ ഏകദേശം 30 ദിവസത്തോളം ഉണ്ട്. ഈ 30 ദിവസം ഞാൻ ഓരോ ദിവസം 30 വീഡിയോ ഇട്ടാൽ പോലും എനിക്ക് അത്രയും ഒരു 4000 മണിക്കൂർ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഞാനെന്ത് വിചാരിച്ചു, ഇപ്പോൾ ഏകദേശം ആഴ്ചയിൽ 1 ഇടവിട്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ആഴ്ചയിൽ 1 ഞാൻ കൂട്ടിയിട്ടുണ്ട്. നമുക്കത്ര ധൃതിയൊന്നുമില്ല. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നല്ല കണ്ടൻറ്റുകൾ കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ദിവസം 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരു ദിവസം, ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു ദിവസം ഇന്നിപ്പോൾ തേങ്ങ പൊളിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ നാളെ ആ തേങ്ങ പൊളിച്ചത് എങ്ങനെ ചിരകാം എന്നുള്ള വീഡിയോ, ഇത്തരത്തിൽ ഇങ്ങനെ അടിക്കടി ഒരുമാതിരി കണ്ടൻറ് ഇല്ലാത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന എനിക്ക് യാതൊരു താല്പര്യം. അപ്പോൾ നമുക്ക് നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതുകൊണ്ടാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ്
കിട്ടുന്നത് തന്നെ. അല്ലാതെ ഇത്തരത്തിൽ നമ്മൾ യൂട്യൂബ് പറഞ്ഞാൽ അടിക്കടി പെട്ടെന്ന് ഒരുപാട് വീഡിയോസ് ഇട്ട് വ്യൂസ് തയ്ക്കാൻ പറയുമ്പോൾ നമ്മളത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള സബ്സ്ക്രൈബേഴ്സും കൂടെ ലെഫ്റ്റ് അടിച്ചു പോകും. അപ്പം പുതുതായി ഈ യൂട്യൂബ് രംഗത്തെ കടന്നു വരുന്നവർക്ക് ഉപകാരപ്രദമായ വീഡിയോയാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി സംബന്ധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, യൂട്യൂബിൻ്റെ ഓരോ പോളിസികളും പ്രൈവസികളൊക്കെ മുറുകി വരികയാണ്. എന്നിരുന്നാലും ഞാൻ ഈ ഒരു യൂട്യൂബ് മേഖലയിൽ നിന്ന് തെന്നി മാറാമെന്ന് ഞാൻ ഇവിടെ പ്രൈവസി പോളിസി കണ്ടൊന്നും നമ്മൾ പോകുന്നില്ല. കാരണം നമുക്കൊരു എയിമുണ്ട്, നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്നിക്കൽ പരമായ നല്ല കണ്ടൻറ്റുകൾ, അതൊരു മറ്റൊരാളും പരീക്ഷിക്കാത്ത കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടൻറ്റ്. അത് ഞാൻ ഗൂഗിളിൻ്റെ ആഡ്സെൻസിനെ നോക്കിയിട്ടല്ല, ജനങ്ങളെ നോക്കിയിട്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. നമുക്കിപ്പോൾ ഒരു ആഡ്സെൻസുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടി കുറേ വ്യൂസ് ഉണ്ടാക്കിയിട്ടൊന്നും അതൊന്നും നമ്മൾ ഒരു സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ല. അതങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. നമ്മൾ എങ്ങനെ തട്ടിക്കൂട്ടുക. അപ്പോൾ ഈ തട്ടിക്കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര വലിയൊരു അടി തന്നെയാണ്. അപ്പോൾ നമ്മളെ പോളിസിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു, യൂട്യൂബിൻ്റെ പോളിസിയായിട്ട് യൂട്യൂബ് മുമ്പോട്ട് പോകുന്നു. എന്നിരുന്നാലും അതിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറല്ല. നല്ല കണ്ടൻറ്റുകൾ നിങ്ങളുടെ മുമ്പിൽ ടി വി പരമായിട്ടും ടെക്നോളജി പരമായിട്ടും മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ, മ്യൂസിക്, ന്യൂസ്, എന്ത് തന്നെ ആയിക്കോട്ടെ നല്ല കണ്ടൻറ്റുകൾ തപ്പിയെടുത്ത് നിങ്ങൾക്ക് കിട്ടാൻ ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വാശി കൂട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ തൊട്ട് മുമ്പ് എത്രത്തോളം ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവർ ഈ പോളിസിയുടെ ഇറക്കിയപ്പം കുറേയും കൂടെ എനിക്കൊരു വാശി കുടുങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മളെന്ന് പറഞ്ഞാൽ വലിയ യൂട്യൂബ് എന്ന വലിയൊരു മരത്തിൽ ഈ ഒരു ഇലയുടെ അറ്റത്ത് കടിച്ചു തൂങ്ങിയിരിക്കുന്ന ചെറിയൊരു അട്ടയായിരുന്നു അത് പ്രൈവസി പോളിസി എന്ന വില്ലൻ വന്ന് ആ യൂട്യൂബ് എന്ന മരത്തെ ഒന്ന് കുലുക്കിയപ്പോൾ ആ കടിച്ചു തൂങ്ങിയ അട്ടയെന്ന് ഞാൻ താഴത്തേക്ക് വീണുപോയി. ഞാൻ ഇനിയും ആ മരത്തിൽ അള്ളിപ്പിടിച്ച് കയറാൻ നോക്കുകയാണ്. എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത്തരത്തിലാണ് യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ പോളിസി. അപ്പോൾ ഏതായാലും പുതിയ നല്ല കണ്ടൻറ്റുകൾ തപ്പിയിടുന്ന ന്യൂ യൂട്യൂബേഴ്സിന് ഇത് നല്ലതാണ്. കാരണം ആ ഒരു ചവറുകളൊക്കെ യൂട്യൂബിൽ നിന്ന് കഴുകി പോകാൻ വേണ്ടി, വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഈ ഒരു പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്കത് അംഗീകരിച്ചല്ലേ പറ്റൂ. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ അതായത് നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരും വ്യൂ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മടിക്കരുത്. നല്ല കണ്ടൻറ് ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമുക്ക് വേണം. അതായത് ഒരു വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഇന്ന കംപ്ലൈൻറ്റുകൾ വീഡിയോ, അല്ലെങ്കിൽ ഇന്ന വീഡിയോ ഇത് ശരിയായില്ല, അങ്ങനത്തെ ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ നമുക്ക് തരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നിർദ്ദേശങ്ങൾ പെട്ടെന്ന് നമ്മുടെ തലയ്ക്ക് എടുത്തി വീണ പോലെ ഇങ്ങനത്തെ പ്രൈവസി പോളിസി വന്നപ്പോൾ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. പുതുതായി വീഡിയോ മേക്ക് ചെയ്യുന്ന, പുതുതായി യൂട്യൂബിൽ ചാനൽസ് ഉണ്ടാക്കി കാത്തിരിക്കുന്ന, അഡ്സൻസുമായി കാത്തിരിക്കുന്ന പുതിയ യൂട്യൂബേഴ്സ് ഈ വീഡിയോ കാണുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് അടിച്ച് പിന്നോട്ട് പോകരുത്. നിങ്ങൾ മുന്നോട്ട് തന്നെ വരിക, നല്ല കണ്ടൻറ്റുകൾ കണ്ടെത്തിക്കൊണ്ട് ഇടുക. വൈറലാകുന്ന വീഡിയോകൾ മാക്സിമം ഇടാൻ ശ്രമിക്കുക. ഈ വൈറലാകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മറ്റൊരാളും കണ്ടെത്താത്തൊരു കണ്ടൻറ്റ് നമ്മൾ തപ്പിയിടുക എന്നുള്ളത് തന്നെയാണ് ഈ വൈറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മറ്റൊരു പദപ്രയോഗമാണ് വൈറൽ. അതായത് അത് ക്ലിക്ക് ആവണമെങ്കിൽ അത് മറ്റൊരാൾ ഇടാത്ത വീഡിയോ ആയിരിക്കണം. ഒരാൾ ഇട്ട വീഡിയോ ഇടുകയാണെങ്കിൽ അത് ക്ലിക്ക് ആവില്ല, സബ്സ്ക്രൈബേഴ്സും കിട്ടില്ല, ഒന്നും കിട്ടില്ല. നമ്മളെപ്പോഴും ഡൗൺ ആയി തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ക്രിയേറ്റ് ചെയ്തതിന് കാരണം ഇത് തന്നെയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ഊർജ്ജസ്വലമായി നമുക്ക് മുമ്പോട്ട് പോകണം. ഏതായാലും നമ്മുടെ ഗിവ് അവേ 10,000 സബ്സ്ക്രൈബേഴ്സ് എത്താൻ ചാൻസ് ഉള്ള ഗിവ് അവേ നമുക്ക് ഈ ഒരു പോളിസിയിൽ നിന്ന് നമുക്ക് നഷ്ടമാണെങ്കിലും 10,000 സബ്സ്ക്രൈബേഴ്സ് എത്തുമ്പോൾ ഏകദേശം ആ ഒരു ടൈം അച്ചീവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഗിവ് അവേ നടത്തണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ടേക്ക് കെയർ. അപ്പോൾ എല്ലാവർക്കും യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും പ്രൈവസി പോളിസിയൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ACU വിഷൻ എന്ന ഈ ഒരു ചാനൽ, ഇതിൻ്റെ ഒരു പ്രൈമറി ചാനലുണ്ട് ACU വിഷൻ HD എന്ന്. അപ്പോൾ ACU വിഷൻ HD എന്ന ആ ചാനൽ നിങ്ങൾ ദയവായി ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഭാവിയിൽ ഒരു പക്ഷേ ഈ ഒരു ACU വിഷൻ എന്ന ഈ ഒരു ചാനൽ ഇല്ലാണ്ടായി പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ യൂട്യൂബ് എടുത്ത് കളയുകയാണെങ്കിൽ, ACU വിഷൻ എന്ന ഈ ഒരു ചാനൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് ACU വിഷൻ HD എന്ന ആ ഒരു ചാനലായിരിക്കും. അപ്പോൾ ദയവായി നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ACU വിഷൻ HD എന്ന ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് യൂട്യൂബിൻ്റെ പുതിയ പ്രൈവസിയും പോളിസിയും അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും അറിയാത്ത പുതിയ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം പുതിയ ചിന്തയും പുത്തനറിവുമായി ടെക്നോളജി നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സഹായകരമാകുന്നു എന്നതിൻ്റെ കണ്ടുപിടുത്തങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.